മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ ആക്രമണത്തിൽ കുവൈറ്റിൽ 2 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഇമാദ്, ക്യാപ്റ്റൻ ഫഹദ് അബ്ദുൽ അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കൻ അംബാസിഡർ സ്റ്റെഫാനി ഹാലറ്റുമായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് വിവരങ്ങളുമായി സഹൽ സി മുഹമ്മദാണ് ചേരുന്നത്. സഹൽ, ഇന്നലെ മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം കണ്ടതാണ് ലോകം. തങ്ങളെ ആക്രമിച്ചാൽ മാത്രം തിരിച്ചടി, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണമില്ല, മാപ്പു പറയുന്നു എന്നൊക്കെ പ്രതികരണം നടത്തിയതാണ്. പക്ഷെ ലോകം അത് വിശ്വസിച്ചിരുന്നില്ല. അതുതന്നെ സംഭവിച്ചു. വീണ്ടും ഗൾഫ് മേഖല ഉന്നം വെച്ച് ആക്രമണം തുടരുകയാണോ ഇറാൻ? ഇപ്പോൾ ഈ ഇറാൻ ഇതിനെ ന്യായീകരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത് ഇന്നലെ ബഹ്റൈനിൽ നിന്ന് അമേരിക്കൻ സൈന്യം തൊടുത്തുവിട്ട ഒരു മിസൈൽ ഇറാനിൽ 2 ലക്ഷം പേർ താമസിക്കുന്ന ഒരു ദ്വീപിലെ ശുദ്ധജല പ്ലാന്റ് തകർത്തിരുന്നു. അപ്പോൾ IRGC ഇതിന് പിന്നാലെ ഇത് വിശദീകരിച്ചത് ഇത് ഇത്തരത്തിൽ താവളങ്ങൾ, അവരവരുടെ താവളങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ അവിടേക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇറാൻ ഇപ്പോഴും പറയുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഭാഗങ്ങളിലേക്ക് തിരിച്ചടി നടത്തുന്നു എന്നാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ ഇപ്പോൾ ബഹ്റൈനിൽ ശുദ്ധജല പ്ലാന്റ് ആക്രമിച്ചതായി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഒരു കുറിപ്പ് നൽകിയിരിക്കുന്നു. അതായത് 3 പേർക്ക് പരിക്കേറ്റതായും അറിയിച്ചിരിക്കുന്നു. ജനവാസ മേഖലകളിൽ നിരന്തരമായി ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബഹ്റൈൻ ആരോപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധവും ബഹ്റൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ അംബാസഡറുമായി അവിടെ മന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മറ്റൊരു വശം. എന്തായാലും ഇറാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ അയൽ രാജ്യങ്ങളുമായി ഇനി ആക്രമണമില്ല എന്നുള്ള നിലപാട് ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല. മാത്രമല്ല, സമാനമായ നിലപാട് ഇറാൻ നേരത്തെയും പലതവണ പറഞ്ഞിരുന്നതാണ്. അതായത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേലല്ല തങ്ങളുടെ ആക്രമണം, തങ്ങൾ എവിടെ നിന്നാണോ ആക്രമിക്കുന്നത് ആ സ്ഥലങ്ങൾക്ക് നേരെയാണ് ആക്രമണം എന്ന തരത്തിലുള്ള പല ന്യായീകരണവും ഇറാൻ പലതവണ നൽകിയിരുന്നതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങളെല്ലാം തുടരുന്നത്. കുവൈറ്റിൽ 2 സൈനിക ഉദ്യോഗസ്ഥർക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. മാത്രമല്ല, വിവിധയിടങ്ങളിൽ ആക്രമണം തുടരുന്നതായും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ബഹ്റൈൻ, കുവൈത്ത്, UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും ഇറാൻ അതിന്റെ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും ഒടുവിലും നമുക്ക് ലഭിക്കുന്ന വിവരം. പുതുതായും ഇപ്പോൾ പുതിയ മുന്നറിയിപ്പുകൾ നൽകിയതായി ബഹ്റൈൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഉള്ള ഭിന്നതയും വിയോജിപ്പും, ഇറാനുള്ളിൽ തന്നെയുള്ള ഭിന്നതയും വിയോജിപ്പും അതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ പ്രകടമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ശുഭകരമായ സൂചനകളൊന്നും നിലവിൽ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ലഭിച്ചു തുടങ്ങിയിട്ടില്ല. മാത്രമല്ല, ശുദ്ധജല പ്ലാന്റ്, അതായത് ഗൾഫ് നാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധജല പ്ലാന്റുകൾ. കാരണം കടൽവെള്ളം ശുദ്ധീകരിച്ച് അങ്ങനെയാണ് 60% കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ആക്രമിക്കുന്നത് ഇത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുമെന്നാണ് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതും ഇത് തന്നെയാണ്. അതായത് ഈ ദ്വീപിലെ ഇറാന്റെ ശുദ്ധജല പ്ലാന്റ് കേന്ദ്ര സർക്കാരും അതത് രാജ്യങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. രാജ്യത്തേക്ക് മടങ്ങി വരാൻ വിമാന സർവീസുകളുണ്ട്. വ്യോമമേഖല അടയ്ക്കാത്ത രാജ്യങ്ങളിലെ സർവീസുകൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നിർദ്ദേശം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയാണ് ഇവർക്ക് ഏതൊക്കെ സർവീസുകൾ, വിമാന സർവീസുകൾ എപ്പോഴൊക്കെ ഉണ്ടാകുമെന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക? എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഇടപെടൽ? അക്ഷയ, ഇതിനോടകം തന്നെ പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ ലിസ്റ്റുകളെല്ലാം വിമാന കമ്പനികളും അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് പല രാജ്യങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് നാട്ടിൽ തിരിച്ചു വരികയും ചെയ്യാം. ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത് പ്രധാനമായും സന്ദർശക വിസയിലോ അല്ലെങ്കിൽ ഹയ്യ A1 കാറ്റഗറി എന്ന് പറയുന്ന വിസയിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ മിഡിൽ ഈസ്റ്റിലെ മറ്റ് സ്ഥലങ്ങളിലേക്കോ എല്ലാം പോയിട്ടുള്ള ആളുകൾക്കാണ്. ഇവർക്ക് മടങ്ങി വരാൻ ചില രാജ്യങ്ങളിൽ എയർ സ്പേസ് അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുണ്ട് എങ്കിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് വിമാനങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ വിമാന സർവീസുള്ള എയർപോർട്ടുകളിലേക്ക് എത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒരു എംബസി മുഖേന, ഖത്തറിലെ എംബസി മുഖേന ഒരു വെബ് പോർട്ടൽ തുറന്നിട്ടുണ്ട്. അതിൽ തങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എത്ര ഇന്ത്യക്കാർ ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ കൂടി വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യക്കാരുടെ ജാഗ്രത പാലിക്കാനും ഇപ്പോഴും സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കുന്നതിൽ തീരുമാനമായെന്ന സൂചന നൽകി ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അംഗങ്ങൾ. പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. അതേസമയം അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന ഇറാൻ ചീഫ് ജസ്റ്റിസും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും തള്ളി. US സൈനികർ ഇറാൻ സൈന്യത്തിന്റെ പിടിയിലുണ്ടെന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ വാദം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നിഷേധിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വൻ തീപിടുത്തമുണ്ടായി.
ടെഹ്റാനിലെ 3 എണ്ണ സംഭരണശാലകളിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഇസ്രയേലിലെ ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ബെയ്റൂട്ടിലെ ഹോട്ടലിലേക്ക് ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ 4 IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രയേൽ സേന വ്യക്തമാക്കി. IRGCയുടെ 16 വിമാനങ്ങൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. അതിനിടെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ ചീഫ് ജസ്റ്റിസ് മുഹ്സിനി ഇസയും IRGCയും രംഗത്ത് വന്നു. ശത്രുക്കൾ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് പെസഷ്കിയാൻ പറഞ്ഞു. അതിനിടെ അമേരിക്കക്കാരെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നവരെ വധിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസത്ത് ഭീഷണി മുഴക്കി. അമേരിക്കൻ സൈനികർ ഇറാൻ സൈന്യത്തിന്റെ പിടിയിലുണ്ടെന്ന ഇറാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ പ്രസ്താവന US സെൻട്രൽ കമാൻഡ് തള്ളി. മധ്യപൂർവേഷ്യയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാനുള്ള ബ്രിട്ടന്റെ നീക്കത്തെ ട്രംപ് പരിഹസിച്ചു. വിജയിച്ച ശേഷം യുദ്ധത്തിന്റെ ഭാഗമാവുന്നവരെ ആവശ്യമില്ലെന്നായിരുന്നു പരിഹാസം. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ട സമയം അടുത്തുവെന്ന് ഇറാൻകാരോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ